ഇന്ത്യക്ക് നേരെ വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധനം വീണ്ടും നീക്കി പാകിസ്ഥാൻ. ഇന്ത്യൻ കപ്പലുകൾക്കുള്ള നിരോധനവും പാകിസ്ഥാൻ നീട്ടി. വിശദാംശങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത് ലാൽ, പാക് സൈനിക മേധാവിക്ക് സ്ഥാനക്കയറ്റം നൽകിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ ഇതാ പാക് പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അഖില, ഇന്ത്യ നയതന്ത്ര സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്കും ഇന്ത്യൻ കപ്പലുകൾക്കുള്ള നിരോധനം പാകിസ്ഥാൻ നീട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾ പ്രവേശിക്കുന്ന വിലക്ക് 30 ദിവസവും കൂടി നീട്ടിയെക്കൊണ്ടാണ് പാകിസ്ഥാൻ സിവിൽ മന്ത്രാലയം ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് കറാച്ചി അടക്കമുള്ള തുറമുഖങ്ങൾ പ്രവേശിക്കുന്നതിന് 45 ദിവസത്തെ നിരോധനമാണ് നീട്ടിക്കൊണ്ടുള്ള ഉത്തരവാണ് പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും യാതൊരു പ്രകോപനം കൂടാതെ ഇന്ത്യക്കെതിരെയുള്ള നടപടികളുമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. നേരത്തെ അഖില പറഞ്ഞതുപോലെ തന്നെ പാക് പട്ടാള മേധാവിക്ക് സ്ഥാനക്കയറ്റം നൽകുകയും പട്ടാള മേധാവിയെ ഒരു ഉയർന്ന പോസ്റ്റിലെത്തുകയും ചെയ്ത ഒരു നിയമനം നടത്തുകയും ചെയ്ത പാകിസ്ഥാൻ, അതിനുശേഷമാണ് ഇപ്പോൾ വ്യോമയാന രംഗത്ത് ഇന്ത്യക്കെതിരെ കടുത്ത നിയന്ത്രണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വ്യോമയാന നിരോധനം നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ ദീർഘദൂര പാതകൾ കൂടി പറക്കേണ്ടി വരും. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ മന്ത്രാലയം ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പ്രകോപനം തന്നെയായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വിലയിരുത്തുന്നത്. അഖില, ശരി, വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധനം നീട്ടി പാകിസ്ഥാൻ. ഇന്ത്യൻ കപ്പലുകൾക്കുള്ള നിരോധനവും പാകിസ്ഥാൻ നീട്ടി എന്ന വാർത്തകളാണ് വരുന്നത്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.